ടെക്നോകോർക്കിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് നമ്മൾ 14ാമത്തെ നിലയിൽ 15ലേക്ക് പോകുന്ന രീതിയിലുള്ള ഒരു സ്റ്റെയർ ചെയ്യുന്നതാണ്. ടോട്ടൽ 19 നിലയുണ്ട്. 19 നില 19 സ്റ്റെപ്പ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് അതുപോലെ നിങ്ങൾ സുഹൃത്തുക്കൾ കൂടി ഒന്ന് അയച്ചു കൊടുത്തേക്കട്ടോ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഒരുപാട് ആൾക്കാർ നമ്മൾ പഴയ വീഡിയോയിൽ കമന്റ് ഇട്ടിട്ടുണ്ട്, ഇതിൽ ആനയാണോ വരാൻ പോകുന്നത്, ആനനെ കയറ്റാം, ധൈര്യത്തിൽ കയറ്റാം. ഇതിന്റെ മുകളിൽ ഒരു 5 ടൺ വരെ കപ്പാസിറ്റി കയറ്റിയാലും ഒന്നും ആവില്ല. അപ്പൊ എന്തിന് ഇത്രയും ഹെവി ആയിട്ടുള്ള സ്റ്റെയർ ചെയ്യുന്നത് ചോദിക്കുന്നവരുണ്ടാവും. ഒരു പാർട്ടീഷന്റെ ലുക്കാണ് ഇത്, സീ ത്രൂ ആണ്. അപ്പൊ സെന്ററിലൊക്കെ ചെയ്ത സ്റ്റെയർ നല്ല ഭംഗിയിൽ നമ്മൾ ഹാൻഡിൽ ഗ്ലാസ് ഒക്കെ ചെയ്ത വീടുകളിലൊക്കെ കല്യാണത്തിനും പാർട്ടിയും പരിപാടിയൊക്കെ വരുന്ന സമയത്തേക്ക് ഇതിന്റെ മുകളിൽ ഇരുന്നിട്ടാണ് കൂടുതൽ ആൾക്കാർ അഭ്യാസം ചെയ്യുന്നത്. ഞാൻ നമ്മുടെ ചെയ്ത സ്റ്റെയറിന് തന്നെ ഒരുപാട് ആൾക്കാർ ഇത് അവർ സ്റ്റാറ്റസ് വെച്ചതും അല്ലാതെ ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ അത്രയും ലോഡ് വന്നാലും ഇതിൽ ഓരോ സ്റ്റെപ്പിലും 3 പേര് വന്ന് നിന്നാൽ പോലും ഇതൊന്നും ആവാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ളത് ചെയ്യുന്നത്. ഞാൻ ഒന്ന് ചാടിയിട്ട് കാണിച്ചാൽ ഇതിന്റെ സ്ട്രെങ്ത് കാര്യങ്ങളൊക്കെ. ഇതിൽ നമ്മൾ ഉപയോഗിച്ചുള്ളത് 4mm ടാറ്റേന്റെ GI ഉപയോഗിച്ചുള്ളൂ കേട്ടോ. 3.2 ഉപയോഗിക്കുന്നുണ്ട്. ഇതിന്റെ ഫ്ലൈറ്റിന്റെ ലെങ്ത് ഒക്കെ അനുസരിച്ചിട്ട് ഇതിപ്പോ 4x4 സൈസ് എങ്കിൽ ചില സൈഡിൽ നമ്മൾ 6x3 എടുക്കലുണ്ട്. ഫ്ലൈറ്റിന്റെ ലെങ്ത് അനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കും. നമ്മളിപ്പോ 15ാമത്തെ നിലയിലെത്തി, 14 15ലേക്ക് എത്തി. ഇവിടുന്ന് ചാടിക്കുക. ഇപ്പൊ ജെർക്കിങ് അല്ലെങ്കിൽ ഒരു ഷിവറിങ് ഒന്നും കാണാൻ പറ്റില്ല. നമുക്ക് ഏത് സ്റ്റെപ്പിലെ കൂടി കയറിയാലും സൗണ്ടോ കാര്യങ്ങളോ ഒക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അത്രയും ഗ്യാരണ്ടി. കാരണം നമ്മൾ ഈ വർക്കിന് ഫുള്ള് ലൈഫ് ലോങ് ഗ്യാരണ്ടി തന്നെ കൊടുക്കുന്നുണ്ട് കേട്ടോ. റിട്ടേൺ ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ എവിടെയൊക്കെ വർക്ക് ചെയ്യുന്ന ചോദിക്കുന്നുണ്ട്. നമ്മൾ കർണാടക ചെയ്യുന്നുണ്ട്, തമിഴ്നാട് ചെയ്യുന്നുണ്ട്, ഓൾ കേരള ചെയ്യുന്നുണ്ട്. ലേസർ കട്ട് ചെയ്യുന്ന രീതിയിലാണ് ചെയ്തു വരുന്നത്. ലേസറിൽ തന്നെ ഹോൾ ഉണ്ടാക്കി കൗണ്ടർ ഉണ്ടാക്കുന്ന രീതിയിലാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് കൃത്യമായ രീതിയിൽ തന്നെ ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിലിപ്പം തന്നെ നിങ്ങൾക്ക് ഈ ഒരു സൈഡിലുള്ള സ്റ്റെപ്പും ഇവിടെ വരുമ്പോൾ ഒരു 3 സ്റ്റെപ്പ് കുറച്ച് കുറഞ്ഞിട്ടൊക്കെ കാണാൻ വേണ്ടി പറ്റും. കാരണം ഇവിടെ വുഡ് സൈഡിൽ നിന്ന് എഡ്ജ് കാണുന്ന ഒഴിവാക്കാൻ വേണ്ടി നമ്മളിങ്ങനെ ചുറ്റി വരുന്ന രീതിയിലേക്കാണ് ചെയ്ത് പോയിട്ടുള്ളത്. ഡ്രോയിങ് ഒക്കെ ഉണ്ടാക്കി കറക്റ്റ് പ്രോപ്പർ ആയ രീതിയിൽ തന്നെ ചെയ്യുന്നത്. അപ്പോൾ വാറണ്ടി ഒക്കെ കൊടുക്കാൻ വേണ്ടി ഇപ്പം നമ്മൾ പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ 100% ടാറ്റ മാത്രമേ ഉപയോഗിക്കുള്ളൂ എന്നുള്ളതാണ്. എന്തായാലും കട്ടിങ് ചെയ്യുന്ന സമയത്തേക്ക് നിങ്ങൾക്ക് അറിയാലോ, അത് കട്ടായി പോകുന്ന സമയത്തേക്ക് അതിന്റെ ഇങ്ങനെ ഒരു ബെൻഡ് വരും, ഒരു റാ പോലെ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ആ ബെൻഡൊക്കെ CNC റോളറിൽ ഇട്ടിട്ട് ബെൻഡൊക്കെ നിവർത്തി നല്ല വൃത്തിയിലാണ് ചെയ്ത് വരുന്നത്. അതുകൊണ്ട് തന്നെ ബെൻഡ് ഒന്നും ഉണ്ടാവില്ല, നീറ്റായിട്ട് കിട്ടും. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബുൾമാർക്ക് ചെയ്ത് വെക്കുക എന്നുള്ളത് വളരെ ഉപകാരമായിരിക്കും. കാരണം ടൈല് ചെയ്യുന്ന സമയത്തേക്ക് ടൈലിന്റെ ടോപ്പ് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ച് ഇവിടെ ഒരു മാർക്കിംഗ് ഉണ്ടെങ്കിൽ ഒരു ബുൾമാർക്ക് പോലെ ചെയ്ത് വെക്കുന്നതാണെങ്കിൽ നമുക്ക് കറക്റ്റ് ഫ്ലോർ ലെവലിൽ 1 mm പോലും നമുക്ക് ഇതില്ലാതെ 0 ആക്യുറസിയിൽ ഇത് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ നമ്മൾ ചെയ്യുന്ന പ്രോസസ്സുകളൊന്നും ഒരു മാറ്റമില്ല കേട്ടോ, പണ്ട് ചെയ്യുന്ന പോലെ തന്നെയാണ്. ഇത് അടിഭാഗം കൊടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പൈപ്പ് ഇങ്ങനെ 4x4 വരുന്നതുകൊണ്ടാണ്. ആംഗിൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഫ്ലാറ്റ് കൊടുക്കുന്നുണ്ട്. SS ബോൾട്ടുകൾ മാത്രമേ ഉപയോഗിക്കുള്ളൂ. പിന്നെ പെയിന്റിങ്ങിലേക്ക് വരുന്ന സമയത്തേക്ക് പ്രീമിയം പെയിന്റിങ് തന്നെ ചെയ്യുന്നത്, എല്ലാം പ്രീമിയം പെയിന്റിങ് ചെയ്യുന്നത്. അങ്ങനെ മെറ്റീരിയലോ ക്വാളിറ്റിയിലോ ഒരു കോംപ്രമൈസും നമ്മൾ വരുത്തിയിട്ടില്ല കേട്ടോ. ആംഗിളൊക്കെ നമ്മൾ ഉൾട്ടാക്കിയിട്ട് കൊടുത്തില്ല. ഇതാണ് പറഞ്ഞിട്ടുള്ളത്, ആ ലാൻഡിങ് ചെറുതാക്കിയിട്ട് കൊടുത്തില്ല. അവിടുന്ന് ഒരു സ്റ്റെപ്പും കൂടി കയറുന്ന രീതിയിലാണ് ഇങ്ങോട്ടേക്ക് എൻ്റർ ആവുന്നത്. പിന്നെ ബുൾമാർക്ക് എന്ന് പറയുന്നത് ടൈലിന്റെ ബുൾമാർക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഇതുപോലെ ടൈലിന്റെ ബുൾമാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ വർക്ക് ലെവലിൽ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. 19 നിലയിലുള്ള ഒരു ബിൽഡിങ്ങിലേക്ക് എത്താൻ ഭാഗ്യം കിട്ടിയ ഒക്കെ കാരണം നിങ്ങൾ തന്നെയാണ്. യൂട്യൂബിലെ കൂടി വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് അതുപോലെ തന്നെ ഷെയർ ചെയ്തൊക്കെ കാരണം കൊണ്ടാണ് ഇതുപോലെ നമുക്ക് വലിയ വലിയ പ്രൊജക്ടുകൾ കിട്ടിയത്. അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഒരു ആംഗിൾ ഗ്രൈൻഡറിനെ കുറിച്ച് ഒരുപാട് ആൾക്കാർ മുന്നേയുള്ള വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് ജസ്റ്റ് പരിചയപ്പെടുത്താം. പ്രൊമോഷൻ ആയിട്ടല്ല, ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. എനിക്ക് അപ്പോൾ എല്ലാവരോടും മറുപടി കൊടുക്കുന്നതിന് പകരം ഇത് ഒന്ന് കാണിക്കുന്നതായിരിക്കും നന്നാവും തോന്നി. അപ്പൊ നമ്മളിത് ഉപയോഗിക്കുന്ന പറഞ്ഞാൽ ടോട്ടൽ എന്ന് പറയുന്ന കമ്പനിയുടെ ബാറ്ററിയും ഇൻകോ എന്ന് പറയുന്ന കമ്പനിയുടെ ഗ്രൈൻഡറുമാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇത് അത്യാവശ്യം പവർ ഉണ്ട്. ഒരു 4Ah ബാറ്ററിക്കാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്കൊരു 40 മിനിറ്റ് യൂസ് ചെയ്യാൻ പറ്റും. 20 വോൾട്ടിന്റെ 2Ah ബാറ്ററി ആണെങ്കിൽ ഒരു 20 മിനിറ്റ് കണ്ടിന്യൂസ് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. സൗണ്ട് കേട്ടാൽ മനസ്സിലാവും. ഇതിന്റെ ബോഡിയിൽ ചെറിയൊരു ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. നമ്മൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാഗം തിരിഞ്ഞിട്ട് ഇങ്ങോട്ടേക്കാണ് ഇങ്ങനെ പിടിക്കുന്ന രീതിയിലുണ്ടായിരുന്നു. അപ്പൊ ബാറ്ററിയായിട്ട് വെയിറ്റ് ബാലൻസ് അല്ലാത്തതുകൊണ്ട് നമ്മളത് ഇങ്ങനെ ആക്കി. അങ്ങനെ പിടിക്കാനുള്ള സൗകര്യം ഇങ്ങനെയാണ്. ഇപ്പോൾ ചില സമയത്തൊക്കെ ഈ ബാറ്ററി പോവാതെ അടിഭാഗത്തൊക്കെ ഗ്രൈൻഡ് ചെയ്യുമ്പോൾ ഇതിങ്ങനെ ചെരിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് ഗ്രൈൻഡ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇത് ഈ ഒരു വണ്ണം മാത്രം, ഈ ഒരു തിക്ക് മാത്രം കിട്ടുന്ന രീതിയിലേക്ക് നമ്മൾ ഡിസ്റ്റാക്കി റെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ കൂടി ഇതിലുണ്ട് കേട്ടോ. ഇതിൽ ജസ്റ്റ് ഈ ഒരു ബട്ടൺ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്പീഡ് ഒന്ന് റെഡ്യൂസ് ആവും. സ്പീഡ് റെഡ്യൂസ് ആയിട്ട് ഇതൊന്ന് എന്താ പറയുക, നമ്മൾ അത്യാവശ്യം നല്ല ടോർക്കി ആയിട്ട് കിട്ടും. അതായത് നമ്മളെ നമുക്ക് ഈ കോർ കട്ടിങ് ചെയ്യുക, ബഫിങ് ചെയ്യുക, അതായത് വാഹനങ്ങൾ പോളിഷ് ചെയ്യുക, സ്റ്റീൽ പോളിഷ് ചെയ്യുക പോലത്തെ വർക്കൊക്കെ എടുക്കാൻ വേണ്ടി വളരെ ഉപകാരമാണ്. അപ്പോൾ ആ ഒരു സ്ലോ സ്പീഡിൽ റൺ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ പ്രത്യേകിച്ച് കോർ കട്ടിംഗ് ഒക്കെ എടുക്കുന്ന സമയത്തൊക്കെ നമുക്ക് ആ ബാലൻസ് കിട്ടാത്ത പ്രശ്നമൊന്നും വരില്ല. നമ്മളിപ്പോൾ ഈ ബിൽഡിങ്ങിന്റെ വർക്ക് എടുക്കുന്നവരെ താഴെ പോയിട്ട് നമുക്ക് പവർ സപ്ലൈ കണക്ട് ചെയ്തിട്ട് കട്ട് ചെയ്യാൻ പറയുന്നത് പോസിബിൾ ആണ്. കാരണം നമ്മൾ 2 എക്സ്റ്റൻഷൻ എടുത്തിട്ട് പോകുക എന്നെല്ലാം പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇതെല്ലാം ഇൻഡസ്ട്രിയൽ സോക്കറ്റാണ് ഇവിടെയൊക്കെ വരുന്നത് വലിയ വലിയ പ്രൊജക്റ്റിലൊക്കെ വരുന്ന സമയത്തേക്ക്.
അപ്പൊ നമുക്ക് ഇൻഡസ്ട്രിയൽ സോക്കറ്റ് നമ്മളത് ഓൾറെഡി ഉണ്ടെങ്കിലും അത് ഓരോ പ്രാവശ്യം കൊണ്ടുപോയിട്ട് അയച്ചു കൊണ്ടുപോയി അങ്ങ് കട്ട് ചെയ്യുക അത് കട്ട് ചെയ്യാന്ന് പോസിബിൾ അല്ല. അപ്പോൾ ഓരോ സ്റ്റെപ്പിനും ഓരോ അളവായിരിക്കും, ചെറിയ ചെറിയ വേരിയേഷൻ എന്തായാലും ഉണ്ട്. എത്ര ഫ്ലോർ ലെവൽ ചെയ്ത് കഴിഞ്ഞാലും ചെറിയ ചെറിയ വേരിയേഷൻ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ അത്തരത്തിലുള്ള കട്ടിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടി വളരെ ഉപകാരം. ഇവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ട്, ഇതിപ്പോ ഹോറിസോണ്ടലായിട്ട് വെച്ചിട്ട് പൊക്കാൻ വേണ്ടി കഴിയില്ല. കാരണം ഈ ഒരു ഓയിസ്റ്റിന്റെ ഗ്യാപ്പ് അത്രേ ഉള്ളൂ. ആ ഒരു ഗ്യാപ്പിൽ വെച്ചിട്ട് നമുക്ക് ഹോറിസോണ്ടലായിട്ട് വെച്ചിട്ട് എന്തായാലും പൊക്കാൻ പറ്റില്ല, വെർട്ടിക്കലായിട്ട് വെക്കാൻ പറ്റും. അപ്പോൾ 6 മീറ്റർ വെർട്ടിക്കലായിട്ട് വെക്കണമെങ്കിൽ അതിനുള്ള സപ്പോർട്ടും അതിനില്ല. ആ ഒരു ബാരിയർ പോലെ കെട്ടി ഒരു ഹാൻഡിൽ പോലെ കെട്ടിയാൽ അതും വരുന്നില്ല. അപ്പൊ അത്തരം സാഹചര്യങ്ങളിലൊക്കെ ഇപ്പൊ നമ്മൾ ഈ വയർലെസ് എടുത്ത് പോയി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും ലെങ്ത് കുറഞ്ഞു കിട്ടുമല്ലോ. ഏകദേശം ഒരു 3-3.5 മീറ്റർ നമുക്ക് ഒരു ഫ്ലൈറ്റിന്റെ ലെങ്ത് എല്ലാത്തിലും വരുന്നുള്ളൂ. അപ്പൊ അതങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എടുത്ത് വരാൻ വേണ്ടിയിട്ടൊക്കെ വളരെ ഉപകാരമാണ്. ഏകദേശം 2.5 വർഷത്തോളമായി നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ. പിന്നെ സാധാരണയായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്, എക്സ്റ്റൻഷൻ എടുത്ത് വെച്ച് മെഷീനും ടൂൾസ് ഒക്കെ എല്ലാം പാക്ക് ചെയ്തതിന് ശേഷമായിരിക്കും ചെറിയ എന്തെങ്കിലും വർക്ക് പെൻഡിങ് കാണും. അതായത് ഗ്രൈൻഡിങ് പോലത്തത്, എന്തെങ്കിലും കട്ടിങ് പോലത്തെ അങ്ങനത്തെ എന്തെങ്കിലും സംഭവം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഒരു ചടപ്പായിരിക്കും, ഒരു മടിയായിരിക്കും ഇത് വീണ്ടും കണക്ട് ചെയ്യുക, ഇതാക്കുക. ഒന്നിക്കൽ അങ്ങനെ നിൽക്കട്ടെ എന്ന് പറയും, അല്ലെങ്കിൽ ഒരു വല്ലാത്തൊരു മൈൻഡോട് കൂടി ചെയ്യും. അതിന്റെ ഒരു ആവശ്യം വരുന്നില്ല. ഇത്തരത്തിലുള്ള ബാറ്ററി ബാക്കപ്പോട് കൂടിയ ഏത് മെഷീനറി ഉണ്ടെങ്കിലും നമുക്ക് അത് ഒക്കെ നമുക്ക് പോത്താന്ന് എന്തായാലും ആ ഒരു സമയത്തെങ്കിലും നമുക്കത് മുതലായി എന്ന് തോന്നും. അത്തരത്തിലുള്ള ഒരുപാട് ഘട്ടങ്ങൾ നമ്മളെ വർക്കേഴ്സിന് തന്നെ ഉണ്ടായിട്ടുണ്ട്. വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിൽ ഞാൻ പറഞ്ഞത് നമ്മൾ ആ ഒരു ടേൺ ചെയ്തു എന്ന് പറഞ്ഞില്ല നേരത്തെ പറഞ്ഞ ആ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, ഇതിന്റെ ഹെഡ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ 4 ഹോളും കറക്റ്റ് ഒരേ അളവിലാണ് ഉള്ളത്. അപ്പൊ നമുക്ക് ഈ 4 സ്ക്രൂവും ഒന്ന് ജസ്റ്റ് സ്ക്രൂ പുറത്തെടുക്കുക, ജസ്റ്റ് ഒന്ന് ടേൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ ഈ അലൂമിനിയത്തിന്റെ ഹെഡ് നമുക്ക് വേണ്ട പൊസിഷനിലേക്ക് വെക്കാൻ വേണ്ടി പറ്റും. ചിലപ്പോൾ അവര് ഇതിന്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ വളരെ പക്കയായിട്ട് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അതില് എനിക്കെന്തോ നമ്മളെ നമ്മള് വർക്കേഴ്സ് യൂസ് ചെയ്യുന്ന സമയത്തേക്ക് വലിയ വീലിടുമ്പോൾ 4 ഇഞ്ചിന് മുകളിലേക്ക് 5 ഇഞ്ച് മുതൽ മുകളിലോട്ടേക്കുള്ള വീലിടുന്ന സമയത്തേക്ക് ഒട്ടും റെക്കമെൻഡബിൾ അല്ല, കമ്പനി അതിൽ പറയുന്നില്ല. പക്ഷെ അങ്ങനത്തെ വീലിടുന്ന സമയത്തേക്ക് എയർ പിടിക്കുന്ന ഇഷ്യൂസ് വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒടിഞ്ഞൊടിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ സമയത്തേക്ക് ചിലപ്പോൾ സ്ട്രെയിറ്റ് കിട്ടാത്ത ഒരു അവസ്ഥ വരുന്നുണ്ട്. അപ്പൊ അതും കാരണം കൊണ്ടാണ് നമ്മൾ ഇത് ടേൺ ചെയ്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ചെറിയ സ്ഥലങ്ങളിലേക്ക് കയറ്റാൻ വേണ്ടിയിട്ടും ഈ ബാറ്ററി അയച്ചു കഴിഞ്ഞാൽ ഈ ഒരു പൊസിഷനിലാണ് കുറച്ചുകൂടി നന്നാവുക. അപ്പൊ ഇത്രയൊക്കെയാണ് ഈ മെഷീന്റെ പ്രത്യേകത വരുന്നത്. അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ആമസോണിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഫസ്റ്റ് കമന്റിലും വേണമെങ്കിൽ ജസ്റ്റ് പിൻ ചെയ്യാം. പിന്നെ ഇതിൽ യൂട്യൂബിൽ കിട്ടുന്നുണ്ടെങ്കിൽ, യൂട്യൂബിൽ ഇത് ഉണ്ടോ എനിക്കറിയില്ല, യൂട്യൂബിൽ ഇപ്പം ഫ്ലിപ്കാർട്ട് വഴി സെയിൽ ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ സ്ക്രീനിന്റെ റൈറ്റ് സൈഡിൽ താഴെയായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അതായത് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങളുടെ ലെഫ്റ്റ് സൈഡിൽ താഴെയായിട്ട് പ്രൊഡക്റ്റ് എന്നിട്ട് കാണാൻ വേണ്ടി പറ്റും. അവിടെ നിന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇത്രയൊക്കെയാണ് ഈ മെഷീന്റെ ഡീറ്റെയിൽസ് വരുന്നത്. നമുക്ക് വീഡിയോയിൽ തന്നെ തുടരാം. പിന്നെ ഈ വർക്കിൽ നിങ്ങൾ സ്റ്റാർട്ടിങ് മുതലുള്ള ഭാഗം കണ്ടിട്ട് നമ്മളെ കൺസൾട്ടേഷനിൽ നമ്മളെ പ്ലാനിങ് തന്നെയാണ് ഈ ഫ്ലോറുകൾ ഇതിന്റെ ഡിസൈനും കാര്യങ്ങളും പ്ലാനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ഈ കമ്പി ഈ ഇട്ട് വെച്ചത് നമുക്ക് ഫസ്റ്റിലത്തെ സ്റ്റെപ്പായിട്ട് ആദ്യത്തെ ഒരു സ്റ്റെപ്പ് നമ്മൾ കോൺക്രീറ്റ് ചെയ്യുന്ന രീതിയിലാണ് ചെയ്യുന്നത് ഇതുവരെയുള്ള. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് ഇങ്ങനെ കയറാം, അതല്ലെങ്കിൽ ഇവിടെ ബാൽക്കണിയാണ്, ഇങ്ങനെ കയറുന്ന രീതിയിലും കയറാൻ വേണ്ടി പറ്റും. ആന്റി ക്ലോക്ക് വൈസ് വരുന്ന രീതിയിലാണ് സെറ്റ് ആക്കിയുള്ളത്. അപ്പോൾ നമ്മൾ ആ കമ്പി ബെൻഡ് ചെയ്തിട്ട് ഇങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ കോൺക്രീറ്റ് PCC ചെയ്യേണ്ടതുണ്ട്. അതിന്റെ മാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. PCC ഈ ലെവലിൽ തീരണം, പ്ലാസ്റ്റിക് ഈ ലെവലിൽ തീരണം, അതുപോലെ തന്നെ വുഡ് ഈ ലെവലിൽ ഫിനിഷ് ആവുന്നുള്ള മാർക്കിങ്ങും കാര്യങ്ങളും ഇട്ടിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് നമ്മളെ സ്റ്റെയറിൽ ചെയ്തു പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് നിങ്ങളെ അറിയാവുന്നവർക്ക് ആർക്കെങ്കിലും സ്റ്റെയർ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ, വർക്കുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട്, സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്, അതിൽ കോൺടാക്ട് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഈ നമ്മൾ കൺസൾട്ടിങ്ങിൽ ചെയ്യുന്ന സമയത്തേക്കുള്ള മാറ്റം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം അവർ ആദ്യം പ്ലാൻ ചെയ്തതിനെക്കാട്ടി കുറച്ചുകൂടി സൗകര്യത്തിൽ നമ്മളിപ്പോൾ ചെയ്തെടുത്തുള്ളത്. ആദ്യം പ്ലാൻ ചെയ്ത പകരമാണെങ്കിൽ ഏകദേശം ഈ ഹൈറ്റിലാണ് ലാൻഡിങ് ഉണ്ടാവുക. അത് കഴിഞ്ഞിട്ട് ഒരു സ്റ്റെപ്പ് കൂടി ഇവിടെ വരുന്ന രീതിയിലുള്ളത്. ആ മുകളിൽ കൊടുത്തിട്ടുള്ള ലാൻഡിങ് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് വലിയ ലാൻഡിങ് ആവുന്ന രീതിയിലുള്ളത് നമ്മളത് ചേഞ്ചസ് വരുത്തി. കാരണം ഇവിടെ ഒരു സ്റ്റഡി ഏരിയ സെറ്റപ്പ് ആക്കാൻ പറ്റും. ഇത് ഒരു ഫ്ലാറ്റ് ആണല്ലോ, അപ്പോൾ ഉള്ള സ്ഥലത്ത് മാക്സിമം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യമാകുന്ന രീതിയിൽ ഇങ്ങനെ ഒരു ഡിസൈനിലേക്ക് മാറ്റം വരുത്തിയിട്ട് ചെയ്തത്. പിന്നെ ചില ആൾക്കാരൊക്കെ ചോദിക്കുന്നുണ്ട്, ഇത് എന്തുകൊണ്ട് നിങ്ങൾ ഡുവൽ ചെയ്യുന്നത് സിംഗിൾ ചെയ്തുകൂടെ? ടോട്ടൽ കോസ്റ്റ് സെയിമാണ്. കാരണം നമ്മളിപ്പോൾ 4-4ന്റെ സിംഗിൾ ചെയ്യുന്നിടത്ത് നമ്മൾ 8-8, 10-10 കൊടുക്കണം. ഇപ്പോൾ ടോട്ടൽ നിങ്ങൾ അതിൻ്റെ ചുറ്റളവ് നോക്കിക്കഴിഞ്ഞാൽ സെയിം തന്നെ വരും. വെയിറ്റും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ സ്ട്രെങ്ത് ഒക്കെ സെയിം തന്നെ വരും. പിന്നെ നമുക്ക് ഈ പ്ലേറ്റിൻ്റെ എൻഡിൽ വരുന്ന സമയത്തേക്ക് ഞാൻ ഒരു യൂട്യൂബിൽ ഇംഗ്ലീഷുകാരൻ ചെയ്ത ഒരു വീഡിയോ കാണിച്ചു തരാം. ഇവിടെ വരുമ്പോൾ സിംഗിൾ സ്ട്രിംഗിൽ നിങ്ങൾക്ക് അനങ്ങുന്നത് കാണാൻ വേണ്ടി പറ്റും. ഒരുപാട് സ്റ്റെയർ മുറിച്ച് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. നിങ്ങൾ തമിഴ്നാട്ടിൽ ഒരാളത് ഞാൻ വീഡിയോ ഓൾറെഡി കാണിച്ചിട്ടുണ്ട്. வைப்ரேஷன் ஆகுமா? இப்படி தட்டினா வைப்ரேஷன் ஆகுது. வைப்ரேஷன் இப்படிதான் ஆகுமா? இப்படி ஆடுனா இந்த பிளேட் ஆடுது, அப்படிதான் ஆடுமா? இது உடைச்சு மேல பைப்பை கொடுத்து மேல போட்டிருக்கு. കണ്ണൂരുള്ള ഒരു വീട്ടിൽ ഓൾറെഡി മുറിച്ചുമായിരുന്ന ഫുൾ 2 പാർട്ടായിട്ട് കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അത് കണ്ടാൽ മനസ്സിലാവും എന്തുകൊണ്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്.
ഇപ്പൊ ഡുവൽ സ്ട്രിങ്ങിൽ നമ്മൾ കൗണ്ട് ചെയ്തത് ഏകദേശം 500ഓളായി. കൗണ്ട് ചെയ്യാത്ത സിംഗിൾ സ്ട്രിങ്ങിലുള്ള മുമ്പേ ഉള്ളത് വേറെയും കിടക്കുന്നുണ്ട്. 2005 മുതൽ തന്നെ ഈ ഫീൽഡിലുണ്ട്, വർക്കിന്റെ എക്സ്പീരിയൻസും കാര്യങ്ങളും വെച്ചിട്ട് നമുക്ക് പറ്റാവുന്ന രീതിയിൽ മാക്സിമം ലോഡ് എടുക്കണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ ഒരു രീതിയിൽ തന്നെ ചെയ്തു പോകുന്നത്. ഒരുപാട് കമന്റ് കണ്ടിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഇങ്ങനെ ഈ ഒരു കാര്യം കൂടി എടുത്ത് പറഞ്ഞത്. ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്ന കാര്യമാണ് ഇത് റാപ്പ് ചെയ്ത് വെക്കുക എന്നുള്ളത്. മെയിനായിട്ട് ഇതിന്റെ മുകളിലെ കൂടി പിന്നീട് ടൈൽ വർക്കേഴ്സ് ഒക്കെ ടൈൽ കൊണ്ടുപോകുമ്പോഴൊക്കെ സാൻഡ് ഇട്ടിട്ട് ഒരഞ്ഞിട്ട് പലപ്പോഴും നമ്മൾ ഈ അടിച്ച പ്രൈമറും കാര്യങ്ങളൊക്കെ തേഞ്ഞു പോയി അതിന്റെ അകത്ത് മെറ്റൽ എക്സ്പോസ് ആകുന്ന ഒരു സംഭവം കാണലുണ്ട്. ഇത് ഫുള്ളായിട്ട് കംപ്ലീറ്റ് റാപ്പ് ചെയ്തിട്ട് കൊടുക്കുന്നതും കൂടി ചെയ്തിട്ടുണ്ട്. ഇത് അഡീഷണൽ ആയിട്ട് അതിനുള്ള പേയ്മെന്റ് ഓരോ ക്ലയന്റിനോട് വാങ്ങിയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഒരു സ്റ്റെയറിന്റെ പാക്ക് ചെയ്ത് എടുക്കാൻ വേണ്ടി ഒരു 3-4 മണിക്കൂർ അതിന്റെ പാക്കിങ്ങിന്റെ ടൈം, അതായത് അത് കട്ട് ചെയ്ത് സെറ്റാക്കി ചുറ്റിയെടുക്കാനുള്ള ഒരു ടൈമിങ്ങും, പിന്നെ അതുപോലെ തന്നെ ഇതിന് മെറ്റീരിയലിന് ചാർജ് ആയിട്ട് ഒരു 1300-1400 രൂപയോളം വരുന്നുണ്ട്. അത്യാവശ്യം നല്ല കുറച്ച് തിക്കായിട്ടുള്ളത് തന്നെ ഉപയോഗിച്ചിട്ടുള്ളത്. എല്ലാം കൂടി ഒരു 3000 രൂപയോളം അതിന് അഡീഷണൽ ആയിട്ട് നമ്മൾ വാങ്ങിയിട്ട് ഇങ്ങനെ റാപ്പ് കൂടി ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും അത് വളരെ ഉപകാരമായിട്ടുള്ള ഒരു സംഭവമാണ് പലരും പറഞ്ഞിട്ടുണ്ട്. കാരണം ഇത് നമ്മൾ പിന്നീട് ഇത് ടൈല് വെച്ച് ഹാൻഡിലിന്റെ വർക്കും കഴിഞ്ഞ് ടൈലും വെച്ച് എല്ലാം കഴിഞ്ഞതിന് ശേഷം വുഡ് വെക്കുന്ന സമയത്ത് മാത്രമേ ഇത് റിമൂവ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ആ സമയത്ത് ഒന്നുകൂടെ ഒന്ന് എപ്പോക്സി അടിച്ചു കൊടുക്കുന്നതുകൂടി നല്ലതായിരിക്കും കേട്ടോ. ഈ 14ാമത്തെ നിലയിൽ തന്നെ നമ്മൾ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇതിൽ വുഡ് ഇടുന്നത്, വുഡ് ഏതൊക്കെ ഉപയോഗിക്കും, ആ വുഡ് പിന്നെ വരിച്ചതിന് ശേഷം ഇതിന്റെ ഹാൻഡിൽ എങ്ങനെ സെറ്റാക്കും. ഹാൻഡിൽ സെറ്റാക്കും നമ്മൾ ഓൾറെഡി ഒന്ന് ചെയ്തിട്ടുണ്ട്, ത്രെഡ് ചെയ്യുന്ന രീതിയിലുള്ളത്. അത് ഒഴിവാക്കിയിട്ട് വേറെ മെത്തേഡ് ഉണ്ട്, അതൊക്കെ ഉൾപ്പെടുത്താനുള്ള ഒരു ആഗ്രഹമുണ്ട്. താല്പര്യമുള്ളവരൊന്ന് കമന്റ് ചെയ്യാം, നമുക്ക് ഏതായാലും അതുകൂടി ഇതിൽ ഉൾപ്പെടുത്താം. പിന്നെ ഈ ബിൽഡിംഗ് ഏതാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, അതും കൂടി നമുക്ക് ആ ഒരു സമയത്ത് റിവീൽ ചെയ്യാം. നിങ്ങൾക്ക് അറിയാവുന്നവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം, നമുക്ക് നോക്കാമല്ലോ എത്ര ആൾക്കാർക്ക് ഈ ഏരിയ മനസ്സിലായി എന്നുള്ളത്. ജില്ലയോ നമ്മള് സംസ്ഥാനം ഒന്നും തന്നെ പറയാണ്ട് നമ്മളിപ്പോൾ വീഡിയോ ചെയ്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതിൽ ഇടാൻ വേണ്ടിയിട്ടുള്ള വുഡ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ട്രീറ്റഡ് ആയിട്ടുള്ള മഹാഗണി ഉണ്ട്, നമുക്ക് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ഇടാൻ വേണ്ടി പറ്റും. അതിൽ കംപ്ലീറ്റ് അതിന്റെ വെള്ളമൊക്കെ കളഞ്ഞ് അതിന്റെ സീസണിങ് ഒക്കെ കഴിഞ്ഞ് ഫുള്ള് ട്രീറ്റഡ് ആയിട്ടുള്ളത്. പിന്നെ മെർബ് ഇടുന്നുണ്ട്, പിന്നെ തേക്ക് ഇടുന്നുണ്ട്, അക്കേഷ്യ ഇടുന്നുണ്ട്. അങ്ങനെ ഏത് മരമാണോ വേണ്ടത് അതൊക്കെ നമുക്ക് ഇതിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഇതിന്റെ പ്രൈസിങ്ങിനെ പറ്റി ചോദിക്കുന്നതാണെങ്കിൽ നമ്മളിതിപ്പോൾ ഓരോ നിലക്കും ഓരോ പ്രൈസ് ആയിരിക്കും. താഴത്തെ ഫ്ലോറിലുള്ള പൈസ ആയിരിക്കില്ല ഈ മുകളിലേക്ക് എത്തുമ്പോൾ ഉണ്ടാവുക. കാരണം ഇതിപ്പോൾ കമ്പനിയുടെ ഈ ഒരു ബിൽഡിംഗ് എടുക്കുന്ന കമ്പനിയുടെ നല്ല സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഈ ഒരു ഫ്ലോർ വരെയെങ്കിലും മെറ്റീരിയൽ എത്തിയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. കാരണം നമുക്ക് മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു ക്രെയിനും സെറ്റപ്പോ പോസ്റ്റ് ഒന്നും ഉണ്ടാക്കിയിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് മെറ്റീരിയൽ സപ്ലൈ ചെയ്ത് വർക്ക് ചെയ്യാൻ വേണ്ടി കഴിയില്ല. അപ്പൊ എല്ലാ സ്ഥലത്തും നമുക്ക് ഇങ്ങനെ കിട്ടണമെന്നില്ല. എന്നാലും നമുക്ക് വർക്കേഴ്സിന് ഒരു ഇപ്പൊ ഈ 10-15 നില എന്നൊക്കെ പറയുമ്പോൾ 13 നില എന്നൊക്കെ പറയുമ്പോൾ ഒരു 20 സ്റ്റെപ്പൊക്കെ ഇപ്പോൾ ലിഫ്റ്റ് ഉണ്ടാക്കാത്ത സമയത്താകുമ്പോൾ നമുക്ക് കയറി ഇറങ്ങുമെന്ന് പറയുമ്പോൾ 10-400 സ്റ്റെപ്പ് കയറി ഇറങ്ങേണ്ടി വരും. അപ്പോൾ പോയി വരാനുള്ള ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഓരോ നിലക്കും ഓരോ പ്രൈസ് ആയിരിക്കും. അപ്പൊ ഇവിടെ വരുന്ന പ്രൈസ് അല്ല സാധാരണ ഉണ്ടാവുക. എന്നാലും നമ്മൾ ആവറേജ് ഒരു പ്രൈസ് എന്ന് പറയുന്നത് ടാറ്റയുടെ ഫുൾ ഇതുപോലെ വെച്ചിട്ട് ചെയ്യുന്നതാണെങ്കിൽ ഈ ഫ്ലൈറ്റിന്റെ നീളമനുസരിച്ച് പൈപ്പിന്റെ സൈസ് മാറും കേട്ടോ. ഏകദേശം ഒരു 8000 രൂപ ഒരു സ്റ്റെപ്പിന് എന്നുള്ള നിലക്ക് നമുക്ക് ചെയ്തു തരാൻ വേണ്ടി പറ്റും. ഇതേ രൂപത്തിലുള്ള സ്ട്രക്ചർ പിന്നെ ഹാൻഡിലേക്ക് വരുന്ന സമയത്തേക്ക് നമ്മൾ 9500 മുതലാണ് സ്റ്റാർട്ടിങ് വരുന്നത്. ഗ്ലാസ് 12 ഓമിന്റെ ഡബിൾ പിന്ന് വരുന്ന രീതിയിൽ ചെയ്യുന്ന ഗ്ലാസ് ഹാൻഡിലും മുകളിൽ തേക്ക് വുഡ് 3-3 റോ സൈസ്, അതായത് നമ്മൾ പ്ലെയിൻ ചെയ്ത് വരുമ്പോൾ ഒരു 2.25 ഇഞ്ചൊക്കെ വരുന്ന രീതിയിലുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇതിന്റെ വുഡായിട്ട് ഇടുന്നത് ഞാൻ പറഞ്ഞല്ലോ, മാഗണിയുണ്ട്, മെർബുണ്ട്. ഓരോ മരത്തിനനുസരിച്ചിട്ടാണ്. ഇപ്പൊ ചില ആൾക്കാർ 2 ഇഞ്ച് തിക്നെസ് പറയും. 2 ഇഞ്ച് തിക്നെസ് പറയുന്നതെങ്കിൽ ഇതിപ്പോ ഒരു 1 മീറ്ററോളം ഏകദേശം നീളമുള്ള സ്റ്റെപ്പാണ്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 3.25 കോലോളം മരം വരും ഒരു തടിയുടെ സൈസ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 3500 രൂപ ഏകദേശം തേക്കാണെങ്കിൽ കാണേണ്ടി വരും. പക്ഷെ മാഗണയൊക്കെ ആണെങ്കിൽ ഞാൻ ഏതായാലും വുഡ് ഇടുന്ന സമയത്ത് അതിന്റെ പ്രൈസ് ഉൾപ്പെടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതായത് നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. അപ്പോൾ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്ന പുതിയ വിഷയമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. സൈനിങ് ഔട്ട്.